പാർലമെന്റിന്റെ ആരംഭത്തിൽ എല്ലാ വർഷവും രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് അതിന്റെ തുടക്കം കുറിക്കുക. ഈ വർഷവും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായി. അത് വലിയ വിവാദമൊന്നും ഉണ്ടായില്ല. കാരണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാര്യമായ വലിയ പുതിയ നയങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല. പൊതുവെ സാധാരണ പറയുന്ന ആവേശകരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പതിവ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഉണ്ടായ ചില കമന്റ്സ് ആണ് അതിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഒന്ന്, സോണിയാഗാന്ധി പറഞ്ഞൊരു അഭിപ്രായം, പ്രായമായ രാഷ്ട്രപതിയാണ്, അവർ ഇത്രയും ദീർഘമായ പ്രസംഗം വായിച്ചാൽ ക്ഷീണിച്ചു പോവില്ലേ എന്ന ഒരു ചോദ്യം ഇതിനെ വലിയ തോതിൽ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ BJP മറച്ചു കൊണ്ടുവരികയാണ്. സോണിയാഗാന്ധി ചോദിച്ചത് വളരെ ശരിയാണ്. അവരും 78 വയസ്സായി. പ്രിയങ്ക പറഞ്ഞതുപോലെ അവർ 78 വയസ്സായി, അവരൊരു രോഗിയാണ്. അങ്ങനെ ഒരാൾക്ക് ഇത്ര നേരം നീണ്ടൊരു പ്രസംഗം നിന്ന് വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നല്ല ഉദ്ദേശത്തോട് പറഞ്ഞു തന്നെ ഞാനും കരുതുന്നത്. അതിലൊരു ദുരുദ്ദേശവും കാണേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അതിൽ ദുരുദ്ദേശം കണ്ട് സോണിയാഗാന്ധി എന്നും BJPയുടെ കണ്ണിലെ കരടാണ്, വിദേശിയാണ് എന്ന് എപ്പോഴും പറയും. പക്ഷെ കമലാ ഹാരിസ് അമേരിക്കയിൽ മത്സരിച്ചപ്പോൾ BJPക്കാർ സന്തോഷിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ വന്ന് സോണിയാഗാന്ധി എത്രയോ കൊല്ലത്തെ പൗരനായി പൗരത്വം എടുത്തു, ഒക്കെ കഴിഞ്ഞിട്ടും സമ്മതിച്ചില്ല. പക്ഷെ കമലാ ഹാരിസിന് കയ്യടിയായി. അതോടെ നിൽക്കട്ടെ, അവിടെ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത്, സോണിയാഗാന്ധിക്കെതിരായി വലിയ ആരോപണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളവരുടെ രീതിയാണ്. സോണിയ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് പ്രിയങ്കയും പറഞ്ഞത്. എൻ്റെ അമ്മയും ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, 78 വയസ്സായി, സീനിയർ പാർലമെന്റ് അംഗമാണ്, അങ്ങനെയുള്ള സീനിയർ രാഷ്ട്രീയ നേതാവാണ്, ഇത്രയും കൊല്ലമായി പാർലമെന്റിലുണ്ട്. അങ്ങനെ ഒരാളെ കഴിവേറ്റുന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ദുരുപദിഷ്ടമാണ്. കാരണം ആ ഒരു കമന്റ് ഒരുപക്ഷെ രാഷ്ട്രപതി ഭവൻ തന്നെ അതെന്തോ ഗൗരവമായിട്ടെടുത്തു. രാഷ്ട്രപതി ഭവൻ അതിനെക്കുറിച്ച് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു. അതുപോലെ രാഷ്ട്രപതി ഭവൻ ക്ഷീണിച്ചിട്ടില്ല എന്ന് അവർക്ക് പറയാം. ദ്രൗപദി മുർമു എന്ന് പറയുന്ന രാഷ്ട്രപതിക്ക് പറയാം, ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമല്ല, എനിക്ക് നീ കൂടുതൽ വായിക്കാം എന്ന് പറയാം. അത് തെറ്റൊന്നുമല്ല. അത് ആ ക്ഷീണം എന്നത് ഒരു മോശമായൊരു കാര്യമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. എനിക്ക് ആരോഗ്യമുണ്ട്, അവരുടെ ആരോഗ്യത്തെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ അത് ഒരു കൺസേൺ ആയി വേണമെങ്കിൽ നമുക്ക് ആശങ്കയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ BJPക്കാർ ഈ വിഷയം എടുക്കുന്നതിന്റെ പിന്നിൽ BJPക്ക് വ്യക്തമായ കൃത്യമായ താല്പര്യങ്ങളുണ്ട്, അതവർ ഉപയോഗിക്കും. അതിനെതിരെ ശക്തമായി തന്നെയാണ് പ്രിയങ്ക എന്ന് പ്രതികരിച്ചിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം കൊണ്ട് അത് തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പ്രിയങ്ക ഗാന്ധിയും ഇതുപോലെ തന്നെ BJPക്ക് കണ്ണിലെ കരടാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസിലെ ആളുകൾക്ക് ഒരു ആവേശം കിട്ടിയേക്കാം എന്നല്ലാതെ ഇത് അവസാനിപ്പിക്കില്ല BJP. കാരണം അവരുടെ ആകെയുള്ള തുരപ്പ് ചീട്ട് സോണിയാഗാന്ധി വിദേശിയാണ്, വന്യമതസ്ഥയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് അവരുടെ വർഗീയ രാഷ്ട്രീയമാണ്. അത് അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും.